പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയായതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ജലജയും അഭയും കൂടി ചേർന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജലജ പറയുന്നത് നയനയുടെ കാര്യമാണ്. വേലക്കാരിയെ തുരത്തിയിട്ട് വേലക്കാരിയുടെ സ്ഥാനത്ത് നയന വന്നപ്പോൾ ഞാൻ എന്തോരം സന്തോഷിച്ചു എന്നുള്ള കാര്യം അറിയോ? എന്നാൽ ഇപ്പോൾ അതേ വേലക്കാരിയെ തിരിച്ചു കൊണ്ടുവന്നെന്ന് ആദർശ് ജോലിക്ക് വെച്ചത് കണ്ടില്ലേ? ഏട്ടത്തിയും അതിന് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഈയിടെയായിട്ട് ഏട്ടത്തി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം കനക കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതിനും മേലെ അവളെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. അധികം വൈകാതെ തന്നെ ഇതിനെല്ലാം ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ തന്നെ നയനയെ ഞാൻ വീണ്ടും ജോലിക്കാരിയാക്കും. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കനകയാണെങ്കിൽ റൂമിൽ പോയിട്ട് എന്ത് പണി കൊടുക്കണം ജലജയ്ക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണേ. ആദർശ് മോൻ എന്ത് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നോട് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചതും. ഈ വീട്ടിലിരിക്കുന്ന വലിയൊരു വിഷപ്പാമ്പാണ് നീ ജലജെ. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. താഴെ എല്ലാവരും എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നീ ആദർശ് മോൻ്റെ അമ്മയെ കയറ്റി വിട്ടിട്ട് വെറുതെ എൻ്റെ മോൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിന്നെ പോലുള്ള ആളുകളെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല, വിടാനേ പാടില്ല. പല്ലടിച്ചു കൊഴിച്ചിട്ട് നിന്നെ ഒരു മൂലക്കിലിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. കനകെ എന്തെങ്കിലും ഒരു വഴി കാണണം അവൾക്ക് ഇട്ടിട്ട് പണി കൊടുക്കാനെന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഫേസ് ക്രീം അടിക്കുന്നത് കാണുന്നത് കേട്ടോ. എപ്പം നോക്കിയാലും ക്രീം പുരട്ടലാണല്ലോ നമ്മുടെ ജലജയുടെ പരിപാടി. അപ്പോൾ ആ ക്രീം എടുത്തിട്ട് ഇനി നീ ഈ ക്രീം പുരട്ടുന്നത് എനിക്കൊന്ന് കാണണം, ഇതിൽ നിനക്ക് പണി തരുമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് കനക ആ ക്രീമും കൊണ്ടിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. ബാത്റൂമിൽ ക്രീമെല്ലാം ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് സോപ്പും പൊടിയും അതുപോലെ എന്തൊക്കെയോ ക്രീമും പിന്നെ കൂറമിഠായിയും എല്ലാം കൂടി പൊടിച്ച് നല്ല ക്രീം പരുവത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചു കൊണ്ട് വെക്കുകയാണ്. തിരിച്ചു വെച്ചതിന് ശേഷം ബെഡിലിരുന്നും കൊണ്ട് ആ ക്രീമിനെ നോക്കി ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കനക. അപ്പോഴാണ് കേട്ടോ ജലജ ഉള്ളിലേക്ക് കയറി വരുന്നത്. ജലജയെ കാണുമ്പോൾ അയ്യോ വരൂ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണമൊക്കെ കൊടുക്കുകയാണേ. എന്താ പതിവില്ലാത്തൊരു സ്നേഹവും ബഹുമാനവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഇത്രയും കാലം നിങ്ങളെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴാണ് നിങ്ങളുടെ തനി സ്വരൂപം എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ കനക പറയാണ് കേട്ടോ ജലജയോട്. നിങ്ങൾ സന്ധ്യയ്ക്ക് കുളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിവിടെ ടവലും സാരിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ ഹീറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണേ. ഓ അപ്പം ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഓ എനിക്കെന്തോ വേണ്ടി വലിയ കാര്യം ചെയ്തല്ലോ കനക എന്നുള്ള രീതിയിൽ. ഇപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് മനസ്സിലായല്ലോ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ജലജ നടന്നു പോകുന്ന സമയത്ത് കനക കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ നിന്നിട്ട്. കുളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കനക ചോദിക്കുന്നുണ്ട്, കുളിച്ചല്ലോ, ചൂടൊക്കെ ഓക്കെ ആയിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയുകയാണേ. അങ്ങനെ കുളിച്ച് വന്ന കനക സ്റ്റൂളിൽ ഇരുന്നിട്ട് കണ്ണാടിൻ്റെ മുമ്പിലിരുന്ന് ക്രീം തേക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കനകൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ക്രീമൊക്കെ തേച്ചിട്ടുള്ള പഴക്കമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. രാവിലെ എണീറ്റിട്ട് മുഖത്ത് മഞ്ഞളൊക്കെ തേച്ചിട്ട് തലയിൽ താളിയും തേച്ച് ഞാൻ കുളിക്കും, എന്നിട്ട് അങ്ങനെ നടക്കുമെന്ന് പറയാണ് കേട്ടോ. തുടർന്ന് ജലജ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രീമൊക്കെ തേക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതൊന്നും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതല്ല എന്ന് പറയുകയാണേ. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതുമാത്രമല്ല ഇത് ഫോറിൻ നിന്ന് വരുന്ന പ്രോഡക്റ്റ്സ് ആണെന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ, ഹെൽത്തി ആയിട്ടും. ഇത് കേട്ട കനക, അത് നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയാണേ കനക. അപ്പോഴേക്കും നമ്മുടെ ജലജയുടെ സ്കിന്ന് ബേൺ ആവുന്ന രീതിയിൽ ചൊറിച്ചിലും അതും ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, ഇറിറ്റേഷനൊക്കെ. എന്തു പറ്റിയെന്ന് കനക ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആദ്യം. അങ്ങനെ ജലജ വേഗം ബാത്റൂമിലേക്ക് ഓടിപ്പോവാണ് കേട്ടോ. അവിടെ റൂമിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചൊറിയുന്ന രീതിയിൽ കൈയും കാലൊക്കെ ചൊറിയുന്ന രീതിയിൽ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കനക സന്തോഷത്തോട് കൂടിയിട്ട്. അങ്ങനെ ബാത്റൂമിൽ തിരിച്ചെത്തിയിട്ട് എന്നെ ഒന്ന് സഹായിക്കുക കനക എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ കനകയും വിളിച്ച് പറയുകയാണേ. എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ ബാത്റൂമിലേക്ക് വീണ്ടും പോയിട്ട് മഞ്ഞൾപ്പൊടിയിനകത്ത് നല്ല ചൊറിയുന്ന പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയുമായിട്ട് തിരിച്ച് കനക വീണ്ടും ജലജയ്ക്ക് അരികിലേക്ക് വരികയാണ്. എന്നിട്ട് ഇത് മഞ്ഞളാണ്, ഇതിട്ട് ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ട് മുഖത്തൊക്കെ. മഞ്ഞൾ തേക്കുമ്പോഴും നല്ല പൊള്ളലും ചൊറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കുക, നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് കനകയാണെന്നുണ്ടെങ്കിൽ ചൊറിഞ്ഞിട്ട് ഓരോ വ്യാധി വന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ള പേടിപ്പിക്കുന്ന കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോടി പുണ്യം കിട്ടുമല്ലേ, പക്ഷേ നീ എൻ്റെ മക്കളെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ശ്രമിച്ചതല്ലേ, അങ്ങനത്തെ നിനക്ക് ഇത് തന്നെ കിട്ടണം.
ഞാൻ പോയിട്ട് ഐസും കട്ടയും അതുപോലെ മഞ്ഞൾ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അയ്യോ ഇനി മഞ്ഞൾ വേണ്ട എന്ന് പറയുകയാണേ. അയ്യോ ഇത് ബാത്റൂമിൽ ഇരുന്നതല്ലേ, നല്ല ഓർഗാനിക് മഞ്ഞൾ എടുത്തിട്ട് വരാം എന്നിട്ട് പോയിട്ട് പോകുന്നുണ്ട് കനക. തുടർന്ന് കാണിക്കുന്ന ഓഫീസിലിരിക്കുന്ന ആദർശിനെയാണ് കേട്ടോ. ആദർശ് ഓഫീസിലിരുന്നു കൊണ്ട് അന്ന് നയന റൂമിലേക്ക് വരുന്ന സമയത്ത് എന്തോ ഇരിക്കുമ്പോൾ ആദർശ് എന്നത് അറിയാത്ത ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനി കയറി വരുന്നത്. എന്താ ആദർശ് ഏട്ടാ, ഭയങ്കര ചിന്തയിലാണല്ലോ. എടാ എല്ലാം നയനയെ കുറിച്ചിട്ടാണെന്ന് പറയുമ്പോൾ എന്തു പറ്റി ഏട്ടത്തേക്കെന്ന് ചോദിക്കേ. നിന്നോട് പറയുന്നതിന് എന്താടാ അനി, അവൾ കുറച്ച് നാളായിട്ട് ഒരു മനസ്സൊന്നും ശരിയല്ലാത്തതുപോലെ എനിക്ക് തോന്നിയത്. നാളായിട്ടെന്ന് പറയുമ്പോൾ ഏട്ടാ എത്ര നാളായെന്ന് ചോദിക്കുകയാണേ. അന്ന് അവളെ കാണാതെ പോയില്ലേ, അത് തിരിച്ചു വന്നതിന് ശേഷമാണ്. അതുമാത്രമല്ല അവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് പോലെ തോന്നുന്നു. ഏട്ടാ ഞാൻ പറയുന്നതുകൊണ്ട് ഏട്ടനൊന്നും തോന്നരുത്. എപ്പോൾ നോക്കിയാലും ഏട്ടൻ ഏട്ടത്തിയുടെ മുമ്പിൽ മസിലും പിടിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടല്ലേ നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഏട്ടത്തി എങ്ങനെയാണ് ഏട്ടനോട് മനസ്സിലിരിക്കുന്നത് പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സന്തോഷത്തോടു കൂടി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതൊക്കെ ഏട്ടൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാന്ന് പറയുമ്പോൾ എടാ നീ എന്താ എന്നെ കുറ്റം പറയുന്ന രീതി സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. അങ്ങനെ ഏട്ടത്തിയുടെ മനസ്സറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം ഏട്ടത്തിക്ക് ഒരുക്കി കൊടുത്തിട്ടുമില്ല. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും റൂമിൽ ഒരുമിച്ചല്ലേടാ നിൽക്കുന്നത്, ആരും കൂടെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ പോലും അവളൊന്നും സംസാരിക്കുന്നില്ലല്ലോ. റൂമെന്ന് പറയുന്നത് ഏട്ട ഒരു ജയിൽ പോലെയല്ലേ, അവിടുന്ന് ആർക്കൊന്നും പറയാൻ തോന്നില്ല. ആ സമയത്ത് ഏട്ടൻ വല്ല ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോയിട്ടുണ്ടോ? എന്താടാ നീ എന്നെ കളിയാക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനാണോ ഏട്ട കളിയാക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭാര്യയും കൂട്ടിയിട്ട് ഭർത്താവ് എവിടെയെങ്കിലുമൊക്കെ പോകണം. അത് ഏട്ടന് അറിയോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഏട്ടനൊരു കാര്യം ചെയ്യേ, ഇന്ന് രാത്രി ഏട്ടത്തെയും കൊണ്ടിട്ട് ഡിന്നറിന് പുറത്തു പോ. ഏയ് അതൊന്നും നടക്കില്ല എന്ന് പറയാൻ കേട്ടോ ആദർശ്. ഏട്ടൻ എന്താ ഈ പറയുന്നത്? അപ്പുറത്തെ വീട്ടിലെ ആരുടെയോ ഭാര്യയെ കൂട്ടിയിട്ട് പോകുന്നത് പോലെ ഏട്ടൻ എന്തിനാ ഇത്രയും ഭയക്കുന്നത്? ഏട്ടത്തിയല്ലേ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് ഇതൊന്നും എനിക്ക് ശരിയാവില്ല. എനിക്ക് മനസ്സിലായി, ആദർശേട്ടൻ്റെ അമ്മയല്ലേ ഭയക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളം പറയുന്നതല്ലേ, അതിലേതെങ്കിലും ഒരു കള്ളം പറയുന്നത് പോലെ ഇതങ്ങ് പറഞ്ഞിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശേട്ടൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തായാലും ഇതിന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യം പറയണം കേട്ടോ റെസ്റ്റോറൻറ്റിൽ. എടാ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വീട്ടിലെ കിച്ചൺ ലീവ് ആവുന്നത് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏട്ടത്തിയുടെ കിച്ചൺ ഇന്ന് ലീവാണ്. വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാം. എടാ പറയുന്നത് കേക്ക് എന്ന് ആദർശ് പറയുമ്പോൾ ആദർശേട്ടൻ പറയുന്നത് ഞാനിപ്പോൾ കേൾക്കില്ല, ഞാൻ ടേബിൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എത്രയും പെട്ടെന്ന് ഏട്ടത്തെയും കൂട്ടിയിട്ട് ഏട്ടൻ അങ്ങോട്ട് എത്തിയാൽ മതി. അങ്ങനെ ആദർശ് പറയുന്നത് കേൾക്കാണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്.